ന്യൂസ് മലയാളം ഇംപാക്റ്റിലേക്ക് നമ്മൾ പോകുന്നു. കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്തിരുന്നു ഈ വിജിലൻസ് കേസിൽ പെട്ടയാളെ ജനറൽ മാനേജറാക്കിയ ഉത്തരവ്, ബെഫ്കോ ഉത്തരവുമായി ബന്ധപ്പെട്ടുള്ള വാർത്ത ആദ്യം പ്രേക്ഷകരിലേക്ക് എത്തിച്ചത് ന്യൂസ് മലയാളമാണ്, നമ്മുടെ പ്രസാദ് ഉറുമ്പശ്ശേരിയാണ്. ഇപ്പോൾ ഈ വാർത്തയുമായി ബന്ധപ്പെട്ടുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റ് എന്ന് പറയുന്നത് കെ റാഷയെ മലബാർ ഡിസ്റ്റിലറീസ് ജനറൽ മാനേജറാക്കിയ ഉത്തരവ് റദ്ദാക്കി എന്നുള്ളതാണ്. അനധികൃത സ്വത്ത് സമ്പാദന കേസിൽപ്പെട്ട റാഷയെ നേരത്തെ സസ്പെൻഡ് ചെയ്തിരുന്നു. സസ്പെൻഷൻ പിൻവലിച്ച് റാഷയെ മലബാർ ഡിസ്റ്റിലറീസ് ജനറൽ മാനേജറാക്കിയ വാർത്ത പുറത്തു കൊണ്ടുവന്നത് ന്യൂസ് മലയാളം. ഉത്തരവിന്റെ പകർപ്പും ന്യൂസ് മലയാളം ഇതാ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങളുമായി നമുക്കിപ്പം പാലക്കാട് നിന്ന് പ്രസാദ് ഉറുമ്പശ്ശേരിയുണ്ട്. പ്രസാദ്, ഗുഡ് മോർണിംഗ്. ഈ മലബാർ ഡിസ്റ്റിലറീസുമായിട്ട് ആദ്യം ഇതിനൊരു സാങ്കേതിക അനുമതി ലഭിക്കുന്നു, പിന്നീട് ഈ റാഷയ്ക്ക് സ്ഥാനക്കയറ്റം കൊടുക്കുന്ന വാർത്തയൊക്കെ ആദ്യം പുറത്തുവിട്ടത് ന്യൂസ് മലയാളമാണ്. പ്രസാദ് ഉറുമ്പശ്ശേരിയാണ്. ഇപ്പോൾ ഈ നിയമന ഉത്തരവ് കൂടി റദ്ദാക്കി കൊണ്ടുള്ള ഉത്തരവ് പുറത്തു വന്നിരിക്കുന്നു. അതും ആദ്യം എത്തിക്കുന്നത് ന്യൂസ് മലയാളമാണ്. പറയാം പ്രസാദ്, വിവരങ്ങൾ. സതിലക്ഷ്മി, ഏപ്രിൽ 2-നാണ് കെ റാഷയെ മലബാർ ഡിസ്റ്റിലറീസിന്റെ ജനറൽ മാനേജരായി നിയമിച്ചുകൊണ്ട് ബെവ്കോ ഉത്തരവിറക്കിയത്. ഈ റാഷ എന്ന് പറയുന്നത് നേരത്തെ തന്നെ 2024 ജൂണിൽ ഇവരെ സസ്പെൻഡ് ചെയ്തതാണ്. വിജിലൻസ് വരവിൽ കവിഞ്ഞ് സ്വത്ത് സമ്പാദിച്ചു എന്ന പരാതിയിൽ അന്വേഷണം നടത്തുകയും അതിൽ കഴമ്പുണ്ടെന്ന് കണ്ടെത്തുകയും ചെയ്തിട്ടുള്ളതാണ്. അതിൽ കുറ്റപത്രം സമർപ്പിക്കാനിരിക്കെയാണ് റാഷയെ സസ്പെൻഷൻ പിൻവലിച്ചുകൊണ്ട് സർക്കാർ തുടങ്ങുന്ന പുതിയൊരു പദ്ധതിയുടെ മലബാർ ഡിസ്റ്റിലറീസിന്റെ പ്രധാനപ്പെട്ട സ്ഥാനത്ത് ജനറൽ മാനേജർ സ്ഥാനത്ത് അവരെ ഇരുത്തിയിട്ടുള്ളത്. ഇതിൽ വലിയ ആക്ഷേപങ്ങളാണ് അന്ന് ഉയർന്നിട്ടുള്ളത്. കാരണം ഒരു വലിയ പദ്ധതി 25 കോടി 37 ലക്ഷം രൂപയുടെ ഒരു പദ്ധതിയുടെ തലപ്പത്ത് തന്നെ ജനറൽ മാനേജരായി ഇരിക്കുന്നത് വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദന കേസിലെ പ്രതിയായിട്ടുള്ള ഒരാളാണ് എന്നുള്ളതായിരുന്നു. ആ വാർത്തയായിരുന്നു കഴിഞ്ഞ ദിവസം നമ്മൾ പുറത്തുവിട്ടത്. ഇപ്പോൾ എന്തായാലും ആ വാർത്ത ഫലം കണ്ടിരിക്കുന്നു എന്നുള്ളത് തന്നെ പറയാം. കഴിഞ്ഞ ദിവസം, അതായത് ഇന്നലെ, ഇത് സംബന്ധിച്ച് റാഷയെ ആ സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്തിരിക്കുന്നു. അതായത് ജനറൽ മാനേജരായി ഉള്ള ഉത്തരവ് റദ്ദ് ചെയ്തുകൊണ്ട് തന്നെ അവരെ ബെവ്കോയുടെ ഭരണവിഭാഗത്തിലേക്ക് മാറ്റി നിയമിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. എന്തായാലും വലിയ ആക്ഷേപം നേരിട്ടതാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട്. കാരണം ഇത്തരത്തിൽ അനധികൃത സ്വത്ത് സമ്പാദന കേസിൽപ്പെട്ട ഒരാളെ സർക്കാരിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു പദ്ധതിയുടെ തലപ്പത്തേക്ക് കൊണ്ടുവരുന്നത് എന്തിനാണ് എന്നുള്ളതായിരുന്നു ഉയർന്ന ചോദ്യം. ഇന്നലെ കോഴിക്കോട് പ്രതിപക്ഷ നേതാവിനോട് നമ്മുടെ അവിടുത്തെ ലേഖകൻ റിപ്പോർട്ടർ തന്നെ ചോദിച്ച സമയത്ത് അദ്ദേഹം പറഞ്ഞത് അതെല്ലാം അഴിമതി നടത്താനാണ് എന്നുള്ളത് വളരെ വ്യക്തമല്ലേ എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രതികരണം. അങ്ങനെ വലിയ ആക്ഷേപങ്ങളെല്ലാം തന്നെ ഈ നിയമനവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നു. എന്തായാലും ഇപ്പോൾ സർക്കാർ ഉത്തരവ് റദ്ദാക്കിയിരിക്കുന്നു. അവരെ ബെവ്കോയുടെ ഭരണവിഭാഗത്തിലേക്ക് മാറ്റി നിയമിച്ചിട്ടുണ്ട്. ഓക്കെ പ്രസാദ് ഉറുമ്പശ്ശേരിയാണ് വിവരങ്ങൾ നൽകിയത് പാലക്കാട് നിന്ന്.